ഓം ശാന്തി. സെക്കൻഡിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ എൻ്റെ സത്യസ്വരൂപത്തെ കാണുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ജ്യോതിർമയ ആത്മാവാകുന്നു. ഞാൻ പരംജ്യോതി പരമാത്മാവിൻ്റെ പരമപ്രിയ സന്താനമാണ്. ഞാൻ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷൺ ശ്രേഷ്ഠ ആത്മാവാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ സ്വയം പരംപിത ശിവപരമാത്മാവ് ബ്രഹ്മ ശരീരത്തിൽ അവതരിച്ച് ദിവ്യജ്ഞാനം നൽകി എനിക്ക് ദിവ്യ ജന്മം നൽകി. മുഴുവൻ ലോകത്തിലും അജ്ഞാനമാകുന്ന രാത്രിയാണ്. ജ്ഞാനസൂര്യ ശിവപരമാത്മാ ബ്രഹ്മാവിന്റെ ശരീരത്തിൽ അവതരിച്ച് വീണ്ടും ജ്ഞാനത്തിന്റെ പ്രകാശം നൽകി ദേവി സൃഷ്ടിയുടെ സ്ഥാപന ചെയ്യുകയാണ്. ഇന്ന് ശിവമിലന വേളയാണ്. അതിപ്രിയ ശിവബാബയുടെ ജന്മദിനമാണ്. ഞാൻ ബാബയുടെ കുട്ടിയുടെയും ജന്മദിനമാണ്. നിരാകാർ വിചിത്ര ബാബയുടെയും ജന്മദിനമാണ്. സ്നേഹസാഗര ശിവബാബയ്ക്ക് കുട്ടികളോട് അളവറ്റ സ്നേഹമുണ്ട്. അതിനാൽ ജന്മവും ഒരുമിച്ച്, നടത്തവും ഒരുമിച്ച്, കൂടെ തിരിച്ചു പോകുകയും ചെയ്യുന്നു. ഈ സ്മൃതിയിൽ ഞാൻ സദാ ബാബയുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. ഞാൻ ഈ ഉത്സവം ജ്ഞാനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും രൂപത്തിൽ ആഘോഷിക്കുന്നു. സത്യസ്നേഹത്തിൽ മഗ്നമായി എൻ്റെ ബുദ്ധിയാകുന്ന കലശത്തിൽ ജ്ഞാനാമൃതം നിറച്ച് നിരന്തരം ഒരു ശിവപരമാത്മാവിൻ്റെ അഭിഷേകം ചെയ്യുന്നു. സത്യശിവരാത്രി ആഘോഷിക്കുന്നു. എൻ്റെ മൂന്നാം നേത്രം തുറന്നു വെച്ച് സത്യമായ ജാഗരണ ചെയ്യുന്നു.
ആലസ്യത്തിൻ്റെയും കുട്ടിക്കളിയുടെയും ഉറക്കത്തിൽ നിന്നും രക്ഷപ്പെട്ട് ശിവരാത്രിയുടെ സത്യമായ ജാഗരണ ചെയ്യുന്നു. ഞാൻ ശിവപരമാത്മാവിൻ്റെ കുട്ടി. ബാബയുടെ ആജ്ഞയനുസരിച്ച് നടന്ന് സമ്പൂർണ്ണ പവിത്രത, സുഖശാന്തിയുടെ ജന്മസിദ്ധ അധികാരം പ്രാപ്തി ചെയ്യുന്നു. ഞാൻ ആജീവനം പവിത്രതയുടെ വ്രതമെടുക്കുന്നു. ഭക്തർ ഒരു ദിവസത്തേക്ക് വ്രതമെടുക്കുന്നു. മനസ്സിനെ പരമധാമ നിവാസി ശിവബാബയുടെ അടുത്ത് സ്ഥിതമാക്കി നിരന്തരം പരമാത്മാവിൻ്റെ സമീപം വാസം ചെയ്ത് സത്യമായ ഉപവാസം ചെയ്യുന്നു. ഞാൻ ആത്മാ പൂർണ്ണ സംഗമയുഗത്തിൽ സത്യമായ ശിവരാത്രി ആഘോഷിക്കുന്നു. സത്യമായ ശിവമിലനം ആഘോഷിക്കുന്നു. ബാബ, ഞാൻ അങ്ങയുടെ കൂടെയാണ്, കൂടെയിരിക്കുന്നു. സ്വീറ്റ് ഹോമിലേക്ക് കൂടെ പോകുന്നു. ശിവജയന്തി വജ്രതുല്യ ജയന്തിയാണ്. നിരാകാരനായ അച്ഛൻ്റെ ജീവചരിത്രം ഞാൻ എല്ലാവരെയും കേൾപ്പിക്കുന്നു. ശിവബാബ വന്ന് ഞാൻ ആത്മാവിൻ്റെ ദീപം തെളിയിക്കുന്നു. അർത്ഥം ആത്മജ്യോതി പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സത്യമായ ദീപം തെളിയുന്നു. വാസ്തവത്തിൽ ശിവജയന്തി തന്നെയാണ് സത്യമായ ദീപാവലി. ഞാനിപ്പോൾ ശിവബാബയുടെ 83ാമത്തെ ജയന്തി ആഘോഷിക്കുന്നു. എപ്പോഴാണോ ശിവബാബ ബ്രഹ്മ ശരീരത്തിൽ പ്രവേശിച്ചത്, അതുതന്നെയാണ് അവരുടെയും ജയന്തിയായി പാടപ്പെടുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ജാതകം ബാബയുടേതാണ്. ബാബയുടെ കർത്തവ്യവും സർവശ്രേഷ്ഠമാണ്. ബാബ ശാന്തിയുടെ സാഗരമാണ്, ജ്ഞാനസാഗരമാണ്. ബാബയുടെ മഹിമ അപാരമായി പാടപ്പെടുന്നു. രചയിതാവ് സ്വയം വന്നിരുന്ന് രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം പറഞ്ഞു തരികയാണ്. ശിവബാബ സ്വർഗം സമ്മാനമായി കൊണ്ടുവരുന്നു. സ്വയം പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബ സ്വർഗത്തിന്റെ അധികാരിയാണ്.
അതിനാൽ തീർച്ചയായും സ്വർഗത്തിന്റെ അധികാരിയാക്കി തന്നെ മാറ്റുന്നു. ഞാൻ ബാബയുടെ ജീവചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ശിവബാബ എല്ലാവരുടെയും സദ്ഗതി ദാതാവാണ്. ബാബയെ ഓർമ്മിക്കൂ എന്ന ബാബയുടെ സന്ദേശം എല്ലാവർക്കും ലഭിക്കുന്നു. ഞാനിപ്പോൾ ദേവീ ദേവതാ ധർമ്മം സ്ഥാപന ചെയ്യുന്നതിനുള്ള പുരുഷാർത്ഥത്തിലാണ്. ഞാൻ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതാണ്. ഞാൻ ശിവജയന്തി നന്നായി ആഘോഷിക്കുന്നു. എല്ലാവർക്കും യുക്തിയുക്തമായി ജ്ഞാനം നൽകുന്നു. അജ്ഞാന അന്ധകാരത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ആത്മദീപത്തെ ജ്ഞാനമാകുന്ന നെയ്യൊഴിച്ച് സദാ തെളിയിക്കുന്നു. മറ്റുള്ളവരെയും അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സർവ ഖജനാക്കളാലും സമ്പന്നമായി നിരന്തരം സേവനം ചെയ്യുന്ന അളവറ്റ അഖണ്ഡ മഹാദാനിയായി ഭവിക്കൂ. സംഗമയുഗത്തിൽ ബാപ്പുദാദ എല്ലാ കുട്ടികൾക്കും സ്ഥായിയും അഖണ്ഡവും എന്ന വരദാനം നൽകിയിട്ടുണ്ട്. ഈ വരദാനത്തെ ജീവിതത്തിൽ ധാരണ ചെയ്ത് അഖണ്ഡ മഹാധാനി അർത്ഥം നിരന്തര സേവാധാനിയാകുന്നത്. അവർ നമ്പർ 1 ആകുന്നു. ഞാൻ ദാതാവിന്റെ കുട്ടിയായി സർവ ഖജനാവുകളാലും സമ്പന്നമായി ഓരോ സെക്കൻഡും ദാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിലെ സത്യതയും ശുദ്ധതയും പ്രത്യക്ഷമാകുന്നത് അപ്പോഴാണ് എപ്പോഴാണോ സ്വഭാവത്തിൽ സരളതയുണ്ടാകുന്നത്. ഓം ശാന്തി.